അപ്പോൾ നമുക്കിന്നൊരു മീൻതല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻതല വെച്ച് നമ്മളൊരു കലക്കൻ തലക്കറി വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതെ കളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിക്കും വാടിയതിന് ശേഷം നമ്മൾ അടുത്ത ഐറ്റമായിട്ടുള്ള ഉള്ളിയും കൂടെ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് ശരിക്കും നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്കി കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം നന്നായി വാടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്ത ഐറ്റം ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പുളിയിൽ ഒഴിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ അത് ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കയ്യിലിട്ട് ഇളക്കി നമ്മളൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് ശരിക്കും ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൽ എണ്ണ മുകളിലായിട്ട് വരും. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ മീൻതല അത് ഓരോ പീസുകളായിട്ട് ആ കറിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ട്. ആ പുളിവെള്ളം നന്നായിട്ട് ഒന്നുകൂടെ ആ പുളി കലക്കിയിട്ട് അതിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കറി ദാ ഈ ഒരു പരുവത്തിലായിട്ട് ഇങ്ങനെ നിന്ന് തിളക്കുന്നുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വേവാൻ പാകത്തിന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക.
ഒരു 15 മിനിറ്റ് ശേഷം ഇതാ കറി ഈ ഒരു പരുവത്തിലാവും. സൂപ്പർ. അപ്പോൾ എന്തായാലും കറി നമ്മൾ വിചാരിച്ചതുപോലെ സൂപ്പർ ആയിട്ടുണ്ട്. എന്നാൽ ആ കറിയും കൂട്ടിയിട്ട് ചോറ് തിന്നിട്ട് തന്നെ കാര്യം.